നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന ക്വാഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ സന്ദർശിച്ചേക്കും. സന്ദർശനത്തിന്റെ ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് ഇന്ത്യയിലെ US അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട സെർജിയോ ഗോർ സെനറ്റ് വിദേശകാര്യ സമിതിയെ അറിയിച്ചു. വാഷിംഗ്ടണിലെ UK അംബാസിഡർ പീറ്റർ മണ്ടൽസനെ പുറത്താക്കിയ പശ്ചാത്തലത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ ചൊവ്വാഴ്ച മുതലുള്ള UK സന്ദർശനം ശോഭ കെടുത്തുമോ എന്ന ആശങ്കയിൽ ലേബർ സർക്കാർ. UK രാജാവുമായും സർക്കാർ പ്രതിനിധികളുമായും കൂടുതൽ പൊതുവായി കൂടിക്കാഴ്ച നടത്തുക ട്രംപിന്റെ ലക്ഷ്യമെന്ന് വൈറ്റ് ഹൌസ്. ശനിയാഴ്ച ലണ്ടനിൽ കുടിയേറ്റങ്ങൾക്കെതിരെ നടന്ന യുണൈറ്റഡ് കിങ്ഡം റാലിയിൽ നടന്ന അക്രമ സംഭവങ്ങളിൽ 26 പോലീസുകാർക്ക് പരിക്കേറ്റു. 24 പേരെ ഇതുവരെ അറസ്റ്റ് ചെയ്തു. വംശീയവാദികളുടെ മുന്നിൽ മുട്ടുമടക്കില്ല എന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ. എയർ ഇന്ത്യ ഡൽഹിക്കും US ഡാളസ് ഫോർട്ട് വർത്തിനുമിടയിൽ ആരംഭിക്കാൻ പദ്ധതിയിട്ടിരുന്ന സർവീസുകൾ ഉപേക്ഷിച്ചതായി സൂചന. ടേണിംഗ് പോയിന്റ് US എക്സിക്യൂട്ടീവ് ഡയറക്ടർ ചാർലി കിർക്കിനെ കൊലപ്പെടുത്തിയ അക്രമിയെ ചോദ്യം ചെയ്യൽ തുടരുന്നു. പ്രതി അധികാരികളുമായി സഹകരിക്കില്ലെന്നില്ല എന്ന് യൂട്ട ഗവർണർ സ്പെൻസർ കോക്സ്. ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ പാകിസ്ഥാനെതിരായ എൽ ക്ലാസിക്കോ പോരാട്ടത്തിൽ ഇന്ത്യക്ക് വിജയം. വാർത്തകൾ വിശദമായി. ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന ക്വാഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ സന്ദർശിച്ചേക്കും. ക്വാഡ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്താൻ ട്രംപ് പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധനാണെന്നും സന്ദർശനത്തിന്റെ ചർച്ചകൾ ഇതിനകം നടക്കുന്നുണ്ടെന്നും ഇന്ത്യയിലെ US അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട സെർജിയോ ഗോർ പറഞ്ഞു. സന്ദർശനത്തിന്റെ കൃത്യമായ തീയതി ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്ന് സെനറ്റ് വിദേശകാര്യ കമ്മിറ്റിയെ ഗോർ അറിയിച്ചു. നവംബറിലെ ക്വാഡ് ഉച്ചകോടിക്കായി ട്രംപിന്റെ ഇന്ത്യൻ സന്ദർശനം റദ്ദാക്കിയതായി ന്യൂയോർക്ക് ടൈംസ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ജൂൺ 17 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോൺ കോളിൽ ട്രംപിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിരുന്നു. ട്രംപ് ക്ഷണം സ്വീകരിച്ചതായി ഇന്ത്യ അറിയിച്ചിരുന്നു. ഇന്ത്യയും അമേരിക്കയും തീരുവ സംബന്ധിച്ച അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാറായെന്നും വരും ആഴ്ചകളിൽ ഒരു കരാറിലെത്താൻ കഴിയുമെന്നും ഇന്ത്യയിലെ അമേരിക്കൻ അംബാസിഡറാകാനുള്ള സെനറ്റ് ഹിയറിംഗിൽ സംസാരിക്കവേ ഗോർ നിയമസഭാംഗങ്ങളോട് പറഞ്ഞു. വ്യാപാരത്തെക്കുറിച്ചും റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയെക്കുറിച്ചും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്ന് അദ്ദേഹം സമ്മതിച്ചു. എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തവും പ്രധാനപ്പെട്ടതുമാണ് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഡൊണാൾഡ് ട്രംപിന്റെ ചൊവ്വാഴ്ച മുതലുള്ള UK സന്ദർശനം ശോഭ കെടുത്തുമോ എന്ന ആശങ്കയിൽ ലേബർ സർക്കാർ. ജെഫ്രി എപ്സ്റ്റീനുമായുള്ള ബന്ധം പുറത്തു വന്നതിനെ തുടർന്ന് വാഷിംഗ്ടണിലെ UK അംബാസിഡർ പീറ്റർ മണ്ടൽസനെ പുറത്താക്കിയ പശ്ചാത്തലത്തിലാണിത്. UK രാജാവുമായും സർക്കാർ പ്രതിനിധികളുമായും കൂടുതൽ പൊതുവായി കൂടിക്കാഴ്ച നടത്തുക എന്നതാണ് ട്രംപിന്റെ ലക്ഷ്യമെന്ന് വൈറ്റ് ഹൌസ് വക്താക്കൾ അറിയിച്ചു. ട്രംപിന്റെ ചൊവ്വാഴ്ച മുതലുള്ള 2 ദിവസത്തെ സന്ദർശനത്തിൽ വിൻസർ കൊട്ടാരത്തിൽ അദ്ദേഹത്തിനും ഭാര്യ മെലാനിയയ്ക്കും ആചാരപരമായ വരവേൽപ്പും ഗാർഡ് ഓഫ് ഓണറും നൽകും. ചാൾസ് രാജാവ്, കാമില രാജ്ഞി, വില്യം രാജകുമാരൻ, വെയിൽസ് രാജകുമാരി കാതറിൻ എന്നിവർ ആതിഥേയത്വം വഹിക്കും. ബുധനാഴ്ച വൈകുന്നേരം ടെക് മേധാവികളുമായും മുതിർന്ന ക്യാബിനറ്റ് മന്ത്രിമാരുമായും ഒരു സ്റ്റേറ്റ് വിരുന്നിൽ ട്രംപ് പ്രസംഗിക്കും. തുടർന്ന് വ്യാഴാഴ്ച പ്രധാനമന്ത്രിയോടൊപ്പം ഒരു ബിസിനസ് റിസപ്ഷൻ, വർക്കിംഗ് ലഞ്ച്, പത്രസമ്മേളനം എന്നിവ നടക്കും. റെഡ് ആരോസ് ഫ്ലൈറ്റ് പാസ്റ്റ് ഉൾപ്പെടെയുള്ള സൈനിക പ്രദർശനങ്ങളും US-UK സാങ്കേതിക പങ്കാളിത്തം, സിവിൽ ആണവ കരാർ എന്നിവ ഉൾപ്പെടെയുള്ള നിക്ഷേപ കരാറുകളെ കുറിച്ചുള്ള ചർച്ചകളും ഉണ്ടാകും. IOC ഇപ്സ്വിച്ച് റീജിയന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം പ്രൗഢഗംഭീരമായി. സെപ്റ്റംബർ 13 ഇപ്സ്വിച്ചിലെ നോർവിച്ച് റോഡിലുള്ള സെന്റ് മേരീസ് മഗ്ദലാൻ ചർച്ച് ഹാളിൽ IOC ഇപ്സ്വിച്ച് റീജിയന്റെ ഓണാഘോഷം നടന്നു. IOC കേരള ചാപ്റ്റർ നാഷണൽ പ്രസിഡന്റ് സുജു കെ ഡാനിയൽ ഭദ്രദീപം കൊളുത്തി ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. യോഗത്തിന്റെ മുഖ്യാതിഥിയായി പങ്കെടുത്ത യുക്മ നാഷണൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് IB സെബാസ്റ്റ്യൻ ഏവർക്കും ഓണ സന്ദേശം നൽകി. ഇപ്സ്വിച്ച് യൂണിറ്റ് മുൻ പ്രസിഡന്റും നാഷണൽ കമ്മിറ്റി അംഗവുമായ KG ജയരാജ്, റീജിയണൽ പ്രസിഡന്റ് ബാബു മങ്കുഴിയിൽ, സെക്രട്ടറി അഡ്വക്കേറ്റ് CP സൈജേഷ്, വൈസ് പ്രസിഡന്റ് നിഷ കുര്യൻ എന്നിവർ സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുത്തു. തുടർന്ന് യൂണിറ്റിലെ കുട്ടികളുടെയും മുതിർന്നവരുടെയും കലാപരിപാടികൾ ഓണാഘോഷത്തിന് കൊഴുപ്പേകി. ഇനി യൂറോപ്പ് ന്യൂസിലേക്ക്. UK വംശീയവാദികളുടെ ലക്ഷ്യം കലാപമോ? ശനിയാഴ്ച ലണ്ടനിൽ കുടിയേറ്റക്കാർക്കെതിരെ നടന്ന യുണൈറ്റഡ് കിങ്ഡം റാലിയിൽ നടന്ന അക്രമ സംഭവങ്ങളിൽ 26 പോലീസുകാർക്ക് പരിക്കേറ്റു. 24 പേരെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. റാലിക്കിടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമറെ കൊല്ലണമെന്ന മുദ്രാവാക്യം വിളിച്ച ആൾക്കായി പോലീസ് തിരച്ചിൽ തുടരുകയാണ്. റാലിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റുകൾ ഈ ആഴ്ച ഉണ്ടാകും. അക്രമ സംഭവങ്ങളിൽ പങ്കെടുത്തവരെ കണ്ടെത്താനുള്ള അന്വേഷണം തുടരുകയാണ് എന്ന് സ്കോട്ട്ലൻഡ് യാർഡ് പോലീസ് അറിയിച്ചു. ഇത് കൂടുതൽ അറസ്റ്റുകളിലേക്ക് നയിച്ചേക്കാം. അറസ്റ്റിലായവരിൽ 3 പേർ സ്ത്രീകളാണ്. വംശീയവാദികളുടെ മുന്നിൽ മുട്ടുമടക്കില്ല എന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ലണ്ടൻ നഗരത്തെ ശ്വാസം മുട്ടിച്ച 1 ലക്ഷത്തിലേറെ പേര് അണിനിരുന്ന കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭ റാലിയിൽ ബ്രിട്ടീഷ് സർക്കാർ വിരുദ്ധ പ്രഖ്യാപനങ്ങൾ നടത്തിയ എലോൺ മസ്കിനെതിരെ രൂക്ഷ വിമർശനവുമായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ രംഗത്ത്. ഏതു വിധേനയും സമ്മർദ്ദവുമായെത്തുന്ന കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭത്തെ എതിർത്ത് തോൽപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. എലോൺ മസ്ക് വീഡിയോ ലിങ്കിലൂടെ പങ്കെടുത്ത റാലിയുടെ ഉദ്ദേശ ലക്ഷ്യം പോലും ചോദ്യം ചെയ്യപ്പെടുകയാണ്.
ഡു ഓർ ഡൈ എന്ന വികാരഭരിതമായ മുദ്രാവാക്യവുമായി എത്തിയ എലോൺ മസ്ക് നടത്തിയത് ബ്രിട്ടീഷ് സർക്കാരിനെ തൂത്തെറിയുക എന്ന ആഹ്വാനം കൂടിയാണ്. തീവ്ര വലതു ചിന്താഗതിക്കാരനായ വംശീയവാദികൾക്ക് മുന്നിൽ മുട്ടുമടക്കാൻ തന്റെ സർക്കാരിനെ കിട്ടില്ല എന്നും ഡ്യൂട്ടിയിലുള്ള പോലീസുകാരെ സമരത്തിന്റെ പേരിൽ ആക്രമിക്കുന്ന സ്ഥിതി ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നും സ്റ്റാമർ വ്യക്തമാക്കി. കുട്ടികളുടെ ഓൺലൈൻ കാർ സീറ്റുകൾ സൂക്ഷിക്കണം. ഓറഞ്ച് അംഗീകാരമില്ലാത്ത ഉൽപ്പന്നങ്ങൾ ദയവ് ചെയ്ത് കുട്ടികൾക്ക് വേണ്ടി വാങ്ങി നൽകരുതെന്ന് യുകെയിലെ കൺസ്യൂമർ ഗ്രൂപ്പ്. യുകെയിലെ പ്രമുഖ ഓൺലൈൻ റീറ്റെയിലർമാർ നിയന്ത്രണമില്ലാത്ത കുട്ടികളുടെ കാർ സീറ്റുകൾ വിൽക്കുന്നുണ്ട് എന്ന് ഒരു അന്വേഷണത്തിൽ കണ്ടെത്തിയതായി റിപ്പോർട്ട്. നിയന്ത്രണങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് കാണിക്കുന്ന ഓറഞ്ച് സർട്ടിഫിക്കേഷൻ ലേബലുകൾ ഇല്ലാതെ സീറ്റുകൾ ഈബേ, ഷെയിൻ, വിഷ്, ലിറ്റിൽ ഡ്രീംസ്, മാനോ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ കൺസ്യൂമർ ഗ്രൂപ്പ് കണ്ടെത്തി. ഈ കാർ സീറ്റുകൾ കുട്ടികളുടെ ജീവൻ അപകടത്തിലാക്കുന്നുവെന്ന് കൺസ്യൂമർ ഗ്രൂപ്പിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തി. ഈ അടയാളപ്പെടുത്തലുകൾ ഇല്ലാതെ സീറ്റുകൾ നിയമപരമായ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി പരീക്ഷിച്ചിട്ടുണ്ടോ എന്ന് മാതാപിതാക്കൾക്ക് ഉറപ്പാക്കാൻ കഴിയില്ല. പലതിനും 12.5-നും 40-നും ഇടയിലാണ് വില. സർട്ടിഫൈഡ് മോഡലുകളുടെ പ്രാരംഭ വിലയായ 80-നേക്കാൾ താഴെയാണ് എന്നതുകൊണ്ടാണ് കാറുകൾക്ക് ഇവ വാങ്ങാൻ ശ്രമിക്കുന്നത്. യൂറോപ്പിലെങ്ങും അക്രമാസക്തമായ കാലാവസ്ഥ. ഈ വേനൽക്കാലത്ത് യൂറോപ്പിനെ ബാധിച്ച ചൂട്, വരൾച്ച, വെള്ളപ്പൊക്കം എന്നിവയുണ്ടാക്കിയ അക്രമാസക്തമായ കാലാവസ്ഥ കുറഞ്ഞത് 43 ബില്യൺ സാമ്പത്തിക നഷ്ടത്തിന് കാരണമായി. 2029 ആകുമ്പോഴേക്കും ഈ കാലാവസ്ഥയെ ചെലവ് 126 ബില്യണായി ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2024 ചൂട്, വരൾച്ച, വെള്ളപ്പൊക്കം എന്നിവ കഠിനമായ ഒരു വേനൽക്കാലം ഇയുവിന്റെ സാമ്പത്തിക ഉൽപാദനത്തിന്റെ 0.26% ആഘാതമുണ്ടാക്കിയെന്നും പഠനം പറയുന്നു. ഏറ്റവും വലിയ നാശനഷ്ടം സൈപ്രസ്, ഗ്രീസ്, മാൾട്ട, ബൾഗേറിയ എന്നിവിടങ്ങളിലാണ് സംഭവിച്ചത്. ഈ രാജ്യങ്ങളുടെ GDPക്ക് സമാനമായ മൊത്തം മൂല്യവർധനയുടെ 1% കൂടുതൽ ഹ്രസ്വകാല നഷ്ടം സംഭവിച്ചു. സ്പെയിൻ, ഇറ്റലി, പോർച്ചുഗൽ എന്നിവ ഉൾപ്പെടെ മറ്റ് മെഡിറ്ററേനിയൻ രാജ്യങ്ങളും ഇതേ അവസ്ഥ നേരിടുകയാണ്. പോളണ്ടിനെ റഷ്യ പരീക്ഷിച്ചതോ? പോളണ്ട് വ്യോമാതിർത്തിയിൽ റഷ്യൻ ഡ്രോൺ കടന്നുകയറ്റം നടത്തിയത് നാറ്റോയുടെ പ്രതിരോധം പരീക്ഷിക്കാനുള്ള ക്രെംലിന്റെ ശ്രമമാണ് എന്ന് പോളണ്ട് വിദേശകാര്യ മന്ത്രി റഡോസ്ലാവ് സിർകോസ്കി പറഞ്ഞു. കഴിഞ്ഞയാഴ്ച പോളണ്ടിലേക്ക് പ്രവേശിച്ച ഡ്രോണുകൾക്ക് വെടിമരുന്ന് വഹിക്കാൻ കഴിവുണ്ടെങ്കിലും അവയിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ചിരുന്നില്ല എന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചു. ഇത് റഷ്യ ഒരു യുദ്ധം ആരംഭിക്കാതെ തങ്ങളെ പരീക്ഷിക്കാൻ ശ്രമിച്ചുവെന്ന് വ്യക്തമാക്കുന്നതായി സിർകോസ്കി പറഞ്ഞു. 53 വർഷത്തെ ശ്രമം ബ്ലഡി സൺഡേയിൽ വിചാരണ. 1972 ഡെറിയിൽ പാരച്യൂട്ട് റെജിമെന്റ് 13 പൗരാവകാശ പ്രതിഷേധക്കാരെ വെടിവെച്ചു കൊന്നതുമായി ബന്ധപ്പെട്ട് കൊലപാതക കുറ്റം ചുമത്തിയ ഒരു മുൻ സൈനികന്റെ വിചാരണ തിങ്കളാഴ്ച ആരംഭിക്കും. ബെൽഫാസ്റ്റ് ക്രൗൺ കോടതിയിൽ നടക്കുന്ന വിചാരണ 53 വർഷത്തെ പ്രചാരണത്തിന്റെ ഫലമാണ്. വടക്കൻ അയർലൻഡിലെ ബ്ലഡി സൺഡേ എന്ന് വിളിക്കുന്ന നിർണായക സംഭവമായി മാറിയ ഒരു സൈനിക നടപടിക്കിടെ സോൾജിയർ എഫ് എന്നറിയപ്പെടുന്ന മുൻ പാരാട്രൂപ്പിനെതിരെ 2 കൊലപാതകങ്ങളും 5 കൊലപാതക ശ്രമങ്ങളും ചുമത്തിയിട്ടുണ്ട്. ജെയിംസ് റേ, വില്യം മക്കിനി എന്നിവരുടെ കൊലപാതകങ്ങളിലും മറ്റ് 5 പേരുടെ കൊലപാതക ശ്രമത്തിലും അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് വാദിക്കുന്നു. 1972 ജനുവരി 30-ന് ഡെറിയിൽ 31 സാധാരണക്കാരെ സൈനികർ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. യുകെയിൽ നവതരംഗം സൃഷ്ടിച്ച് IOCയുടെ മധുരം മലയാള പഠന ക്ലാസുകൾ. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് കേരള ചാപ്റ്റർ പീറ്റർബറോ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച 12 ദിന മധുരം മലയാളം ക്ലാസുകൾ വിജയകരമായി പൂർത്തിയാക്കി. മലയാള ഭാഷയുടെ മാധുര്യം പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്ത ഈ പദ്ധതിയുടെ സമാപന ചടങ്ങ് പീറ്റർബോറോയിലെ സെന്റ് മേരീസ് അക്കാദമിയിൽ വെച്ച് വർണ്ണാഭമായി നടന്നു. 3ാം ക്ലാസ് മുതൽ A ലെവൽ വരെയുള്ള 25ഓളം വിദ്യാർത്ഥികളാണ് മധുരം മലയാളം പഠന പദ്ധതിയിലൂടെ മലയാള ഭാഷയിലെ അക്ഷരമാലയും മറ്റ് അടിസ്ഥാന കാര്യങ്ങളും പഠിച്ച് പരിശീലനം പൂർത്തിയാക്കിയത്. പഠനം വിജയകരമായി പൂർത്തിയാക്കിയ എല്ലാ വിദ്യാർത്ഥികൾക്കും സമാപന ചടങ്ങിൽ വെച്ച് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. IOC കേരള ചാപ്റ്റർ പ്രസിഡന്റ് ഷൈനു ക്ലെയർ മാത്യൂസ് ഉദ്ഘാടനം ചെയ്തു. കേരള ചാപ്റ്റർ ജനറൽ സെക്രട്ടറി റോമി കുര്യാക്കോസ് മുഖ്യാതിഥിയായി. യൂണിറ്റ് പ്രസിഡന്റ് റോയ് ജോസഫ്, ജനറൽ സെക്രട്ടറി സൈമൺ ചെറിയാൻ, സിബി അറക്കൽ എന്നിവർ പങ്കെടുത്തു. വിദ്യാർത്ഥികൾക്കായി 12 ദിന പഠന പദ്ധതി തയ്യാറാക്കുകയും ക്രമീകരിക്കുകയും ചിട്ടയോടെ പഠിപ്പിക്കുകയും ചെയ്ത പീറ്റർബോറോ സെന്റ് മേരീസ് അക്കാദമി ഡയറക്ടർ സോജു തോമസിനെ ചടങ്ങിൽ ആദരിച്ചു. ചടങ്ങുകൾക്ക് യൂണിറ്റ് വൈസ് പ്രസിഡന്റുമാരായ എബ്രഹാം കെ ജേക്കബ്, ജിജി ഡെന്നി, ട്രഷറർ ജെനു എബ്രഹാം, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ അനൂജ് മാത്യു തോമസ്, സണ്ണി എബ്രഹാം, ജോബി മാത്യു തുടങ്ങിയവർ നേതൃത്വം നൽകി. ഓണാഘോഷം പ്രൗഢഗംഭീരമാക്കി IOC സ്കോട്ട്ലാൻഡ് യൂണിറ്റ്. IOC കേരള ചാപ്റ്റർ സ്കോട്ട്ലാൻഡ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഒരുക്കിയ ഓണാഘോഷം സംഘാടക മികവ് കൊണ്ടും വൈവിധ്യം കൊണ്ടും പ്രൗഢഗംഭീരമായി.
സംഘടനയുടെ കേരള ചാപ്റ്റർ പ്രസിഡന്റ് ഷൈനു ക്ലെയർ മാത്യൂസ്, കേരള ചാപ്റ്റർ ജനറൽ സെക്രട്ടറി റോമി കുര്യാക്കോസ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ചെണ്ടമേളവും ആർപ്പുവിളികളുടെയും അകമ്പടിയിൽ ഒരുക്കിയ മാവേലി എഴുന്നള്ളത്തും കേരളീയത നിറഞ്ഞു തുളുമ്പുന്ന ശൈലിയിൽ അണിഞ്ഞൊരുങ്ങിയ സദസ്സും പകർന്ന ദൃശ്യവിസ്മയാനുഭവം ഗൃഹാതുരത്വം നിറഞ്ഞതായി. യൂണിറ്റ് അംഗങ്ങളും കുട്ടികളും ചേർന്ന് അവതരിപ്പിച്ച കലാവിരുന്നുകൾ ഓണാഘോഷത്തിന്റെ മാറ്റു വർദ്ധിപ്പിച്ചു. മാവേലിയുടെ വേഷഭൂഷാദികളോടെ വേദിയിലെത്തിയ ഇഷാൻ സാബിർ ഏവരുടെയും പ്രശംസ പിടിച്ചുപറ്റി. ഗാനരചനയിലെ മികവിന് എഡ്വിൻ ബ്രോ കൗൺസിലിന്റെ അവാർഡ് കരസ്ഥമാക്കിയ അനലിൻ ഗീവർഗീസിനെ വേദിയിൽ ആദരിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർ ഷോബിൻ സാം, യൂണിറ്റ് പ്രസിഡന്റ് മിഥുൻ, ബിജു വർഗീസ്, ഡോക്ടർ ഡാനി, ഡയാന, അമ്പിളി, ഗീവർഗീസ്, അഞ്ജു, ലിജിൻ, ജെയിംസ്, ഷിജി, ചെൽസ്, സുധീർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു. ഇനി US കാനഡ ന്യൂസിലേക്ക്. ഡൽഹി ഡാളസ് എയർ ഇന്ത്യ വിമാനം എവിടെ? എയർ ഇന്ത്യ ഡൽഹിക്കും US ഡാളസ് ഫോർട്ട് വർത്തിനും ഇടയിൽ ആരംഭിക്കാൻ പദ്ധതിയിട്ടായിരുന്ന സർവീസുകൾ ഉപേക്ഷിച്ചതായി സൂചന. ന്യൂയോർക്ക്, JFK, ഷിക്കാഗോ, ഒ'ഹെയർ തുടങ്ങിയ US ലക്ഷ്യസ്ഥാനങ്ങൾ എയർ ഇന്ത്യയുടെ പട്ടികയിൽ തുടരുന്നുണ്ട് എങ്കിലും എയർ ഇന്ത്യ സർവീസ് നടത്തുന്ന വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ നിന്നും 2025 ഷെഡ്യൂളിൽ നിന്നും ഡാലസ് അപ്രത്യക്ഷിതമായതായി ഡാലസ് ബിസിനസ് ജേണൽ വ്യാഴാഴ്ച റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ 2024 ഒക്ടോബറിലാണ് ആദ്യമായി സർവീസിന് അംഗീകാരം നൽകിയത്. ആ വർഷം ഡിസംബർ 1 മുതൽ എയർ ഇന്ത്യക്ക് ഇത് പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്നായിരുന്നു വാഗ്ദാനം. പക്ഷേ എയർലൈൻ ഔദ്യോഗികമായി ഈ സർവീസ് സ്ഥിരീകരിക്കുകയോ ആരംഭ തീയതി പ്രഖ്യാപിക്കുകയോ ചെയ്തിട്ടില്ല. കൊലയാളിയെ FBI ചോദ്യം ചെയ്യുന്നു. ടേണിംഗ് പോയിന്റ് USA എക്സിക്യൂട്ടീവ് ഡയറക്ടർ ചാർലി കിർക്കിനെ കൊലപ്പെടുത്തിയ അക്രമിയെ ചോദ്യം ചെയ്യൽ തുടരുന്നു. കിർക്കിന്റെ കൊലയാളിയെന്ന് ആരോപിക്കപ്പെടുന്ന 22-കാരനായ ടൈലർ റോബിൻസൺ അധികാരികളുമായി സഹകരിക്കുന്നില്ല എന്നാണ് യൂട്ടാ ഗവർണർ സ്പെൻസർ കോക്സ് ഞായറാഴ്ച പറഞ്ഞു. റോബിൻസൺ ഒരു യാഥാസ്ഥിക കുടുംബത്തിൽ നിന്നുള്ള ആളാണെന്നും അന്വേഷകർ കണ്ടെത്തി. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രത്യയശാസ്ത്രം അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു എന്ന് കോക്സ് പറഞ്ഞു. റോബിൻസൺ ശാന്തനെന്ന് പരിചയക്കാർ. വലതുപക്ഷ പ്രവർത്തകനായ ചാർലി കിർക്കിന്റെ കൊലപാതകത്തിൽ അറസ്റ്റിലായ 22 വയസ്സുള്ള ജെയിംസ് ടൈലർ റോബിൻസൺ അമേരിക്കൻ പൗരനാണെന്ന് തെളിഞ്ഞു. റോബിൻസൺ സെന്റ് ജോർജിന്റെ ഒരു നഗരപ്രാന്തത്തിലാണ് വളർന്നതെന്നാണ് റിപ്പോർട്ട്. പരിചയമുള്ള മിക്ക ആളുകളും റോബിൻസണിനെ ശാന്തനും പഠനത്തിൽ മിടുക്കനുമായ ഒരു കുട്ടിയായിട്ടാണ് വിശേഷിപ്പിച്ചത്. മാതാവ് ഒരു സാമൂഹ്യ പ്രവർത്തകയാണ്. പിതാവ് ബിസിനസ്സുകാരനായി. ഡിക്സി ടെക്നിക്കൽ കോളേജിൽ ഇലക്ട്രിക്കൽ അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാമിൽ വിദ്യാർത്ഥിയായിരുന്നു റോബിൻസൺ. അതിനു മുമ്പ് യൂട്ടാ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ പ്രീ എഞ്ചിനീയറിംഗ് പഠിച്ചു. സമീപ വർഷങ്ങളിൽ അദ്ദേഹം കൂടുതൽ രാഷ്ട്രീയം ഉൾക്കൊള്ളുന്നവനായി. ചാർലി കിർക്കിനോടും അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങളോടും അനിഷ്ടം പ്രകടിപ്പിക്കുകയും ചാർലിയെ വെറുപ്പിന്റെ പ്രചാരകൻ എന്ന് വിശേഷിപ്പിച്ചതായും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി. ഉട്ടായിൽ വീണ്ടും അറസ്റ്റുകൾ. ഉട്ടായിലെ സാൾട്ട് ലേക്ക് സിറ്റിയിൽ ഒരു ന്യൂസ് മീഡിയ വാഹനത്തിനടിയിൽ തീപിടുത്ത വസ്തു വെച്ചതിന് 2 പേരെ അറസ്റ്റ് ചെയ്തതായി ഉട്ടായിലെ അധികൃതർ അറിയിച്ചു. വെള്ളിയാഴ്ച ഒരു ആളൊഴിഞ്ഞ കെട്ടിടത്തിന് സമീപം നിർത്തിയിട്ടിരുന്ന വാഹനത്തിനടിയിൽ നിന്നും സംശയാസ്പദമായ ഒരു ഉപകരണം കണ്ടെത്തിയതിനെ തുടർന്ന് പോലീസും ഫയർ ഡിപ്പാർട്ട്മെന്റ് ബോംബ് സ്ക്വാഡുകളും പ്രതികരിച്ചു. ബോംബ് കൊളുത്തിയെങ്കിലും സ്ഫോടനം ഉണ്ടാകാതെ പരാജയപ്പെട്ടു എന്ന് അന്വേഷകർ കണ്ടെത്തി. കൃത്യം ചെയ്ത 2 ആളുകളെയും FBI തിരിച്ചറിയുകയും ടൗണിന് പടിഞ്ഞാറുള്ള മാഗ്നയിലെ ഒരു വീട്ടിൽ നിന്നും 2 പുരുഷന്മാരെ അറസ്റ്റ് ചെയ്തു. ഇവർക്കെതിരെ ആയുധങ്ങൾ കൈവയ്ക്കൽ, തീവ്രവാദ ഭീഷണി എന്നിവയുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾ ചുമത്താൻ സാധ്യതയുണ്ട്. അനധികൃത കുടിയേറ്റക്കാരെ വെറുതെ വിടില്ലെന്ന് ട്രംപ്. അനധികൃത കുടിയേറ്റ കുറ്റവാളികളോട് ഇനിയും കടുത്ത സമീപനം സ്വീകരിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ക്യൂബയിൽ നിന്നും അനധികൃതമായി US-ലെത്തി താമസിക്കുന്ന യോർദാനീസ് മർഡിനസ് എന്നയാൾ മോർട്ടൽ മാനേജറായ കർണാടകയിൽ നിന്നുമുള്ള ചന്ദ്രമൗലിയെ കഴുത്തറുത്ത് കൊന്ന സംഭവത്തിൽ പ്രതികരിക്കുകയായിരുന്നു ട്രംപ്. രാജ്യത്ത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് നടന്നതെന്നും കുറ്റവാളിക്ക് അർഹമായ ശിക്ഷ ലഭിക്കാൻ ഉചിതമായ നിയമമാർഗങ്ങൾ ഉപയോഗിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. ക്യൂബയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരൻ നേരത്തെയും കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ട് എന്നും ട്രംപ് പറഞ്ഞു. കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യൽ, വാഹനം മോഷണം, നിയമവിരുദ്ധമായ തടവിൽ വെക്കൽ തുടങ്ങിയ കുറ്റങ്ങളിൽ അയാൾ ഏർപ്പെട്ടിട്ടുണ്ട്. എന്നാൽ മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണകാലത്ത് അയാൾ പുറത്തിറങ്ങി. ഇത്തരം കുറ്റവാളികളെ US-ൽ തുടരാൻ അനുവദിക്കില്ലെന്നും ട്രംപ് പറഞ്ഞു. വിദേശ തൊഴിലാളികൾക്ക് സ്വാഗതം. അമേരിക്കയിലേക്ക് അയക്കുന്ന വിദേശ തൊഴിലാളികളെ സ്വാഗതം ചെയ്യുന്നു എന്ന് നിക്ഷേപകരെ ഭയപ്പെടുത്താൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ജോർജിയയിലെ നിർമ്മാണ പ്ലാന്റിൽ നിന്നും 100 കണക്കിന് ദക്ഷിണ കൊറിയക്കാരെ അറസ്റ്റ് ചെയ്തത് 10 ദിവസത്തിന് ശേഷമാണ് ട്രംപിന്റെ നിലപാട് വരുന്നതും. ജോർജിയയിലെ ഹുണ്ടായി LG നടത്തുന്ന ഒരു ഇലക്ട്രോണിക് വാഹന ബാറ്ററി ഫാക്ടറിയുടെ നിർമ്മാണ സ്ഥലത്ത് സെപ്റ്റംബർ 4-ന് ദക്ഷിണ കൊറിയൻ പൗരന്മാർ 475 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. നിക്ഷേപത്തെ ഭയപ്പെടുത്തുവാനോ നിരുത്സാഹപ്പെടുത്താനോ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന്
ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ഒരു പോസ്റ്റിൽ ട്രംപ് എഴുതി. വളരെ സവിശേഷവും സങ്കീർണവുമായ ഈ ഉൽപ്പന്നങ്ങൾ നമ്മുടെ രാജ്യത്ത് നിന്നും ഘട്ടം ഘട്ടമായി എങ്ങനെ നിർമ്മിക്കാമെന്ന് അമേരിക്കക്കാരെ പഠിപ്പിക്കുന്നതിനും പരിശീലിപ്പിക്കുന്നതിനും വിദേശത്തെ അവരുടെ വൈദഗ്ധ്യമുള്ള ആളുകളെ കൊണ്ടുവരണമെന്ന് താൻ ആഗ്രഹിക്കുന്നുവെന്നും ട്രംപ് എഴുതി. നെതന്യാഹുവിനെതിരെ തിരിഞ്ഞ് ന്യൂയോർക്ക് സിറ്റി മേയർ സ്ഥാനാർത്ഥി. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നഗരത്തിൽ കാലുകുത്തിയാൽ അറസ്റ്റ് ചെയ്യണമെന്ന് ഉത്തരവിടുമെന്നും ആവർത്തിച്ച് ന്യൂയോർക്ക് സിറ്റി മേയർ സ്ഥാനാർത്ഥി സോഹ്റൻ മംദാനി. നവംബർ 4 നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യണമെന്നാണ് മംദാനിയുടെ പ്രഖ്യാപനം. തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ താൻ ന്യൂയോർക്കിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ വാറന്റ് നടപ്പാക്കാൻ പോലീസിന് നിർദ്ദേശം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഗാസയിലെ യുദ്ധ കുറ്റകൃത്യങ്ങൾ ആരോപിച്ച് നെതന്യാഹുവിനെതിരെ ICC അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 119.71 ഇന്ത്യൻ രൂപ. ഒരു US ഡോളർ 88.27 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 103.54 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.36 US ഡോളർ. ഒരു കനേഡിയൻ ഡോളർ 63.79 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം ഗൾഫ് ന്യൂസ്. Book your Indigo flight tickets easily and safely with Anand Travel. Call UK number 020-8548-4897. Indian cell number 918921120509. Or please mail to info@anandtravel.com. Have a happy journey. നമസ്കാരം, ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. റെക്കോർഡ് വിലയിലേക്ക് കുതിച്ചുയരുന്ന സ്വർണത്തിന് ആഭരണ വിപണിയിൽ ആവശ്യക്കാർ കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ ഉപഭോക്താക്കളെ പിടിച്ചു നിർത്താൻ ദുബായിലെയും UAE-യിലെയും സ്വർണ വ്യാപാരികൾ ലാഭവിഹിതം കുറയ്ക്കുന്നതായി റിപ്പോർട്ട്. കൂടാതെ പണിക്കൂലിയിലും ഇളവുകൾ നൽകുന്നു. സ്വർണ്ണവില റെക്കോർഡ് ഉയരത്തിലെത്തിയിട്ടും വാങ്ങുന്നവർക്ക് അധിക ബാധ്യത വരാതിരിക്കാനാണ് ഈ നടപടികൾ. കഴിഞ്ഞ ദിവസം സ്വർണത്തിന് സർവകാല റെക്കോർഡായി 24 കാരറ്റ് സ്വർണം 1 ഗ്രാമിന് 440.5 ദിർഹവും 22 കാരറ്റ് സ്വർണത്തിന് 408 ദിർഹവും രേഖപ്പെടുത്തി. പിന്നീട് വിലയിൽ നേരിയ കുറവുണ്ടായി. 6 പതിറ്റാണ്ടിലേറെ നീണ്ട തന്റെ പൊതുജീവിതത്തിലെ അനുഭവങ്ങൾ സമാഹരിച്ച് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പുതിയ പുസ്തകം പുറത്തിറക്കി. അൽമദാനി അൽ ഹയാത്ത് എന്ന് പേരിട്ടിരിക്കുന്ന അറബിക് പുസ്തകത്തിന്റെ ആദ്യ ഭാഗമാണ് ഇപ്പോൾ പ്രകാശനം ചെയ്തത്. ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ നിന്നും ഭരണപരമായ അനുഭവങ്ങളിൽ നിന്നും താൻ സ്വായത്തമാക്കിയ പാഠങ്ങൾ, കാഴ്ചപ്പാടുകൾ, നയങ്ങൾ, തത്വങ്ങൾ എന്നിവയെ കുറിച്ചുള്ള ഉൾക്കാഴ്ചകളാണ് ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 35 അധ്യായങ്ങളുള്ള പുസ്തകം ഇപ്പോഴത്തെയും ഭാവി തലമുറകൾക്കും ഒരു വഴികാട്ടിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജമ്മു കാശ്മീരിൽ ഭീകരർ പുതിയ ഒളിത്താവളമായി ഭൂഗർഭ ബങ്കറുകളെ ആശ്രയിക്കുന്നുവെന്ന് റിപ്പോർട്ട്. മുൻപ് പ്രദേശത്തെ വീടുകളിലാണ് ഭീകരർ അഭയം പ്രാപിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അത് സുരക്ഷിതമല്ല എന്ന് കണ്ട് ഇടതൂർന്ന വനങ്ങളിലും ഉയർന്ന മലനിരകളിലും ബങ്കറുകൾ സ്ഥാപിച്ച് അതിനകത്താണ് ഭീകരർ ഒളിച്ചു കഴിയുന്നതെന്ന് സൈന്യം പറയുന്നു. ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഭീകരരെ നേരിടാനുള്ള തന്ത്രങ്ങൾ നടപ്പാക്കി വരികയാണ് എന്നും സൈന്യം വ്യക്തമാക്കുന്നു. വാർത്താ ഏജൻസിയായ PTI ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞയാഴ്ച കുൽഗാം ജില്ലയിൽ ഏറ്റുമുട്ടലിൽ 2 ഭീകരർ കൊല്ലപ്പെട്ടതിനു പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് ഭീകര പ്രവർത്തനത്തിനായി പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതായി വ്യക്തമാക്കിയത്. ഓപ്പറേഷനിടെ ഭക്ഷ്യസാധനങ്ങൾ, ചെറിയ ഗ്യാസ് സ്റ്റൗകൾ, പ്രഷർ കുക്കറുകൾ, ആയുധങ്ങൾ, വെടിക്കോപ്പുകൾ എന്നിവയടങ്ങിയ ഒരു രഹസ്യ കിടങ്ങ് സുരക്ഷാ സേന കണ്ടെത്തി. കശ്മീരിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്താൻ മുൻപത്തേതുപോലെ പ്രാദേശിക പിന്തുണ ലഭിക്കാതായതോടെയാണ് ഭീകരർ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചിരിക്കുന്നതെന്നാണ് വിവരം. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തനിക്കും മാതാവിനുമെതിരെ കോൺഗ്രസ് അധിക്ഷേപങ്ങൾ നടത്തുകയാണെന്നും ശിവഭക്തനായ താൻ ആ അധിക്ഷേപങ്ങളെ വിഷമെന്നതുപോലെ വിഴുങ്ങുകയാണെന്നും മോദി പറഞ്ഞു. അസമിലെ ദാരങ്ങിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ജനങ്ങളാണ് തന്റെ യജമാനന്മാരും തന്നെ നിയന്ത്രിക്കുന്ന റിമോട്ട് കൺട്രോളുമെന്നും അവരുടെ മുന്നിലാണ് തന്റെ വേദന പ്രകടിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് സംവിധാനം തനിക്കെതിരെ ആക്രമണം നടത്തുമെന്നും ഞാൻ വീണ്ടും കരയുകയാണെന്ന് പറയുമെന്നും എനിക്കറിയാം. ജനങ്ങളാണ് എന്റെ ദൈവം. ഞാൻ ജനങ്ങൾക്ക് മുന്നിൽ എന്റെ വേദന പ്രകടിപ്പിച്ചില്ല എങ്കിൽ പിന്നെവിടെ അത് ചെയ്യും? ജനങ്ങളാണ് എന്റെ യജമാനന്മാർ, എന്റെ ദൈവങ്ങൾ, എന്റെ റിമോട്ട് കൺട്രോൾ. എനിക്ക് മറ്റൊരു റിമോട്ട് കൺട്രോളും ഇല്ല എന്നും മോദി വ്യക്തമാക്കി. ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ പാകിസ്ഥാനെതിരായ എൽ ക്ലാസിക്കോ പോരാട്ടത്തിൽ ഇന്ത്യക്ക് വിജയം. 7 വിക്കറ്റുകളുടെ അനായാസ വിജയമാണ് സൂര്യകുമാർ യാദവും സംഘവും സ്വന്തമാക്കിയത്. പാകിസ്ഥാനെ 127 റൺസിൽ ഒതുക്കിയ ഇന്ത്യ മറുപടി ബാറ്റിംഗിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 15.5 ഓവറിൽ വിജയത്തിലെത്തി. മറുപടി ബാറ്റിംഗിൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവാണ് ഇന്ത്യക്ക് വേണ്ടി തിളങ്ങിയത്. 47 റൺസ് എടുത്ത് പുറത്താവാതെ നിന്ന ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും 31 വീതം റൺസ് എടുത്ത അഭിഷേക് ശർമ്മയും തിലക് വർമ്മയുമാണ് ഇന്ത്യയുടെ ജയം അനായാസമാക്കിയത്.
ടൂർണമെന്റിൽ ഇന്ത്യയുടെ രണ്ടാം വിജയമാണിത്. ടോസ് നേടിയ ബാറ്റിംഗിനിറങ്ങിയ പാകിസ്ഥാന് നിശ്ചിത 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 127 റൺസ് എടുത്തു. ഇന്ത്യക്ക് വേണ്ടി കുൽദീപ് 3 വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ ജസ്പ്രീത് ബുംറയും അക്സർ പട്ടേലും 2 വിക്കറ്റുകൾ വീതം വീഴ്ത്തി. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.